ദിസ് ഇസ് അഖിൽനാഥ്. അപ്പോൾ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളം ഷോർട്ട് ഫിലിമാണ്. ഇതിൻ്റെ പേര് ജെനിഫർ എന്നാണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ജോഷുവ ജോസ് എന്ന് പറയുന്ന ഒരാളാണ്. സോ അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ഡിസംബർ 28, 2024 ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. റാസ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലാണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കാസ്റ്റിംഗ് വന്നിരിക്കുന്നത് വൈശാഖ് വി ഗോപാൽ, അനുഗ്രഹ എസ് നമ്പ്യാർ ആൻഡ് കൃഷ്ണേന്ദു സുബ്രഹ്മണ്യൻ. ഇവർ 3 പേരുമാണ് കാസ്റ്റിംഗ് വന്നിരിക്കുന്നത്. അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഫിലിമാണ്. സോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹൗസ് ഇറ്റ്. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. സോ ചില ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി കണ്ടു നോക്കാം. സോ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ലെറ്റ്സ് വാച്ച്. അപ്പോൾ ശരി, താങ്ക്സ് ചേട്ടാ. ബൈ. പീസ് ഔട്ട്. ടാറ്റാ. ചേട്ടാ ഒരു ലിഫ്റ്റ് പ്ലീസ്. ചേട്ടാ പ്ലീസ്. ചേട്ടാ ലിഫ്റ്റ്. ചേട്ടാ ഒരു ലിഫ്റ്റ് വരോ? ഈ സമയത്ത് വേറെ ഒരു വണ്ടി ഉണ്ടാവില്ല. പ്ലീസ് എന്നെ ആ പള്ളിക്കവലയുടെ അവിടെ ഇറക്കി വിട്ടാൽ മതി. താങ്ക് യു ചേട്ടാ. എടിയടി, ഞാൻ വന്നോണ്ടിരിക്കാം. തറമ്പ് വിളിക്കാട്ടോ. ഡോറ് തുറന്ന് വെക്കണേ മോളെ, ഉറങ്ങിക്കളയരുത്. കാറില് ആ ഒരു ലിഫ്റ്റ് കിട്ടി. എന്തുപറ്റി? എന്റെ ഫോട്ടോ എടുത്താക്കാൻ പറഞ്ഞല്ലേ? അല്ല, ചേട്ടന്റെ പേരെന്താ? ഞാൻ ജെനിഫർ. സോറി. എവിടെ പോയിട്ട് വരാ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വരാം. വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഓ, ചേട്ടനധികം മിണ്ടൂലല്ലേ? ഇൻട്രോവേർട്ട് ആണോ? ഞാനോ? ഇൻട്രോവേർട്ട് ഒന്നല്ല, പക്ഷെ ആവശ്യത്തിന് മാത്രം സംസാരിക്കാറുള്ളൂ. ഓ, അല്ല, താൻ ഇടപെട്ട് ഞാനൊരു ട്രിപ്പിന് പോയതാ. ഒറ്റയ്ക്കോ? ആ, ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പൊക്കെ പോകാറുള്ളതാ. ശരി. അപ്പൊ ഈ രാത്രി ഇങ്ങനെ പോകുമ്പോ പേടിയും തോന്നൂല? എന്തിന്? ഇപ്പൊ പെൺപിള്ളേരൊക്കെ ഉഗാണ്ട വരെ പോയി വരുന്നുണ്ട്. പിന്നല്ലേ ഈ രാത്രി ഇങ്ങനെ ലിഫ്റ്റ് അടിക്കുമ്പോഴേ സപ്പോസ് ഞാൻ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന വിചാരിച്ചു, താൻ എന്ത് ചെയ്യും? അതിനുള്ള സാധനമല്ല എന്റെ അടുത്തുണ്ട്. കണ്ണോ ഞാൻ വെറുതെ കളിക്കലോ. ഒരു സാധനം കൂടി ഉണ്ട്. ഞാൻ തമാശ പറഞ്ഞതാ. ഞാൻ ചേട്ടനെ ഒന്നും ചെയ്യല്ലോ കേട്ടോ. ചേട്ടൻ ഡീസന്റ് അല്ലേ? അല്ല, ചേട്ടന് എന്ത് ധൈര്യത്തിലാ എന്നെ കാറിൽ കയറ്റിയേ? എന്റെ ബാഗില് വല്ല ബോംബോ മയക്കുമരുന്നോ ഒക്കെ ഉണ്ടെങ്കിലോ? താൻ ആ ടൈപ്പല്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ ഇത്ര കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്? ഞാനേ ഒരു മെന്റലിസ്റ്റാണ്. അത്യാവശ്യം ആൾക്കാരെ മുഖം കണ്ട് ക്യാരക്ടർ മനസ്സിലാക്കാനൊക്കെ എനിക്ക് അറിയാം. ഓ,
പിന്നെ ഈ മെന്റലിസ്റ്റിക് ഉടായ്പല്ല ചേട്ടാ. എന്റെ പ്രൊഫഷൻ തൊട്ട് കളിക്കല്ലേ? ആ എന്നാ പിന്നെ എന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ പറ. തന്നെ പറ്റിയോ? ആ ഞാൻ പറയാത്ത എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് പറയാം. എന്നെ പറ്റി ഇപ്പോ തന്റെ ഈ ട്രിപ്പ് ഒരു ഒളിച്ചോട്ടല്ലേ? വീട്ടുകാരൻ പറ്റിച്ച് അവിടുന്ന് ചാടിയിട്ട് അവരുടെ കണ്ണിപ്പെടാതെ തിരിച്ചു കയറാൻ വേണ്ടിട്ടല്ലേ ഈ രാത്രി യാത്ര? അത് ചേട്ടൻ എങ്ങനെ മനസ്സിലായി? മെന്റലിസ്റ്റ്. അയ്യോ, നിർത്ത്, നിർത്ത്, ഇവിടെ നിർത്ത്. നിർത്ത് ചേട്ടാ. Reverse, reverse. ആ. Okay, stop. Cafe ആണല്ലോ. ചേട്ടാ, biscuit ഉണ്ടോ? ചേട്ടാ, please, ഉണ്ടോ? അത്. ബിസ്കോത്രി കുടിച്ചിട്ടുണ്ടോ? ഡിസ്കോത്രി? ശരി, ഇതൊന്നും കുടിക്കാണ്ടാണോ ഇത്ര കാലം ജീവിച്ചേ? ഇറങ്ങി വാ ചേട്ടാ. ചെല്ലി മെന്റലിസം എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ, എന്നെ പറ്റിക്കാൻ. അതെന്തോറ്റി? ഞാൻ പറഞ്ഞത് ശരിയായില്ലേ? അത് പിന്നെ എന്റെ ഈ ബാഗും ഈ സമയമൊക്കെ വെച്ചിട്ട് ചുമ്മാ ഗസ് ചെയ്തല്ലേ? ഏയ് അല്ലല്ലോ. എന്നാ പറ, ഞാൻ എന്തിനാ ഒളിച്ചോടിയത്? യോ, ഈ കാര്യകാരൊന്നും പറയാൻ പറ്റില്ല. വേണമെങ്കിൽ മൊബൈൽ നമ്പറും പേരും ഓക്കെ. താൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ പേരെന്ന് മനസ്സിൽ വിചാരിച്ചോ? ആ പേര് മൈൻഡിലൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയണ്ട, മനസ്സിലൊന്ന്. ഓക്കെ, മിട്ടു. പക്ഷെ അതൊരു മനുഷ്യനല്ല, സംതിങ് ഡോഗാണോ? താങ്ക് യു. താങ്ക് യു. തന്നെ ഡിസ്കോത്രി കൊള്ളാലോ. താങ്ക് യു, താങ്ക് യു. ഹലോ, താൻ ഈ ട്രിപ്പൊക്കെ ആയിട്ട് പോകുമ്പോ വീട്ടുകാർക്കൊന്നും പ്രശ്നമില്ല? അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പറഞ്ഞില്ലേ മിട്ടു, ആ അവനാണ് പ്രശ്നം. ആള് ലേശം പൊസസീവാണ്. അതുകൊണ്ടെന്താ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോ അവന് ഭയങ്കര വിഷമം. പിന്നെ അവനെ മെരുക്കിയെടുക്കാൻ കുറച്ച് പാടാം. താനതിന് ഒളിച്ചോടിയേ? എന്നെ ഒരാൾ പെണ്ണ് കാണാൻ വന്നു. എനിക്ക് താല്പര്യമില്ലായിരുന്നു, ഞാൻ ഓടി. അല്ല, ചെക്കനത്ര ബോറായിരുന്നു? ആർക്കറിയാം, ഞാൻ ഓടിയില്ലേ. അപ്പോ തനിക്ക് ഈ കല്യാണത്തിനോട് നല്ല താല്പര്യമൊന്നുമില്ലല്ലേ? അങ്ങനൊന്നുമില്ല, എനിക്ക് ലവ് മാരേജ് ആണ് ഇഷ്ടം. ഓ, അതെന്താ? ചേട്ടാ, നമ്മൾ ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോ അവര് നമ്മളോട് ചോദിക്കും അപ്പനും അമ്മയും എങ്ങനെയാ മീറ്റ് ചെയ്തതെന്ന്. അപ്പൊ അവരോട് പറയാൻ നല്ല രസമായിട്ടുള്ള ഒരു സ്റ്റോറി കാണും അല്ലേ? ഈ അറേഞ്ച് മാരേജിൽ ഇപ്പൊ എന്താ ഉള്ളേ? പെണ്ണ് വരുന്നു, ചായ കൊടുക്കുന്നു, ചായ അടിപൊളി, പെണ്ണടിപൊളി, മാരേജ് ഫിക്സ്. എന്റെ അപ്പന്റെ അമ്മയുടെ കല്യാണമൊക്കെ അങ്ങനെയായിരുന്നു. അതിലൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് പറയാൻ നല്ലൊരു വണ്ടർഫുൾ സ്റ്റോറി വേണം. അപ്പൊ അതാ പെണ്ണാളെന്ന് കേട്ടപ്പോ ഞാൻ കിട്ടിയ വണ്ടിക്ക് മൂന്നാർക്ക് വിട്ടത്. മൂന്നാർക്കോ? അത് ശരി. എടാ, താൻ ട്രാവലറാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു വല്ല ദൂരത്തങ്ങനെ പോയി. മൂന്നാറൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് പോകുന്ന സ്ഥലമല്ലേ? കൊട്ടാക്കൊമ്പൂർന്ന് കേട്ടുണ്ടോ? വട്ടവട. താനിപ്പൊ പോയ മൂന്നാറിൽ ഒരു 10-60 കിലോമീറ്റർ മേലോട്ട് വെച്ച് പിടിച്ച വട്ടവട. അവിടുത്തെ ഒരു ഗ്രാമമാണ് ഈ കൊട്ടാക്കൊമ്പൂർ. കാടും മലകളും തണുപ്പും പിന്നെ കുറെ നല്ല മനുഷ്യരും. ആ മലയുടെ അപ്പുറത്ത് തമിഴ്നാടാണ്. അങ്ങോട്ടൊരു കാട്ടുപാതയുണ്ട്. ഇപ്പൊ മനുഷ്യരൊന്നും അങ്ങനെ പോവാത്ത വഴിയാണ്. മൃഗങ്ങളിലൊന്നും കണ്ണി പെട്ടില്ലെങ്കിൽ ആ മലയുടെ അറ്റത്ത് ചെന്നൊന്ന് നോക്കണം. സ്വർഗാണ് മോളെ, സ്വർഗം. ഇവളൊന്നും പോവാത്ത താൻ എന്ത് ട്രാവലറാണോ? ഓ, നിങ്ങൾ പിന്നെ കൂട്ടുകാരുടെ ഒപ്പം ചായ കുടിക്കാൻ വട്ടവട പോകുന്ന ടീമായിരിക്കും. ഏയ്, ഞാൻ സാധാരണ സോളോ ട്രിപ്പ് തന്നെ പോകുന്നത്. അതെന്താ? അത്
വൈകിട്ട് വെച്ചാൽ ആളെ കിട്ടണ്ടേ? ചേട്ടൻ സിംഗിളാ? ഉം. അപ്പൊ പോയാലോ? എങ്ങോട്ട്? തനിക്ക് വീട്ടിലൊന്നും പോണ്ടേ? ചുമ്മാ വിചാരിച്ചു. ഏയ്, 2 മിനിറ്റ്, ഇപ്പൊ വരും. അടുത്ത താവേ എത്തി. ഓക്കെ. എന്താ പ്രശ്നം? ഒന്നുമില്ല, അനിയത്തി കുറെ നേരമായിട്ട് പോസ്റ്റാണേ. ഓ, ഞാൻ മേടിക്കണ്ട, ഞാൻ വീട്ടിൽ കൊണ്ട് വിടാതെ. അത് കുഴപ്പമില്ല ചേട്ടാ. കടോ അപ്പനും അമ്മയ്ക്ക് ഉറങ്ങിയില്ല? അവരൊക്കെ എപ്പോഴും ഉറങ്ങി. ആണ്. ജെനി, അതെ, അടുത്ത ട്രിപ്പ് നമുക്ക് ഒരുമിച്ച് പോയാലോ? ഓ പിന്നെ ഞാൻ വണ്ടി തിരിച്ചിട്ട് വരാം. എന്താ പറ്റി? നിനക്കറിയോ അയാളെ? ഈ ചേട്ടൻ നിന്നെ പെണ്ണ് കാണാൻ വന്നത്. കാണാൻ നല്ല ഫോട്ടോ എങ്കിലും അറ്റ്ലീസ്റ്റ് നോക്കണ്ടേടി. അയാളെ കാണാണ്ടിരിക്കാൻ വേണ്ടി ഒളിച്ചോടി പോയിട്ട് അയാളെ കാറും പിടിച്ച് വന്നേക്കണം. മണ്ടി. എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലേ ഈ മെന്റലിസ്റ്റ് കളിച്ചത്? എന്തൊരു ഉണ്ടായിപ്പാടോ താൻ? കുറച്ച് കുറച്ചൊന്നും അല്ല. അടുത്ത സൺഡേ എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാ ഒന്നുകൂടെ പോരുന്നോ വീട്ടുകാരെയും കൂട്ടി ഇങ്ങോട്ടേക്ക്? കടുപ്പം കുറച്ച് മധുരം കൂട്ടിയൊരു ചായ കുടിക്കാം. അല്ല, അപ്പൊ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥ അതിപ്പോ ധാരാളമായല്ലോ. ഇത് മതി. അപ്പൊ അതായിരുന്നു ജെനിഫർ ഷോർട്ട് ഫിലിം. വളരെ നൈസായിട്ട് ഒരു 12 മിനിറ്റ് കൊണ്ട് സംഭവം തീർത്തു. നല്ല തീമും നല്ല എന്താ പറയുക, നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെയുള്ള കണ്ടന്റ്സ് ഷോർട്ട് ഫിലിംസാണ് കൂടുതൽ എനിക്ക് ഇഷ്ടം. ഒരു 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ തീരുന്ന രീതിയിലുള്ള ഷോർട്ട് ഫിലിംസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അമേസിങ് ഷോർട്ട് ഫിലിം അല്ലേ? ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്, അവരുടെ ആക്ടിങ്ങും എല്ലാം നന്നായിട്ടുണ്ട്. ഒരുപാട് അപ്ഗ്രേഡ് ആയിട്ടുണ്ട് ഷോർട്ട് ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ. ഇപ്പോൾ ഷോർട്ട് ഫിലിം എടുക്കുന്ന രീതികളും അവർ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്സുകളും ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് ഡെവലപ്പായിട്ടുണ്ട്. ഇറ്റ്സ് അമേസിങ് കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. എല്ലാവരും കയറി കണ്ട് നോക്കൂ.